ഫോർമുല 1-ൽ ലാൻഡോ നോറിസിന് ആദ്യ കിരീടം. അബുദാബി ഗ്രാൻഡ് പ്രിയിലെ ആവേശ പോരാട്ടത്തിൽ പോഡിയത്തിലെത്തി ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചു. നിലവിലെ ചാമ്പ്യൻ വെർസ്റ്റാപ്പനെ വെറും 2 പോയിന്റിനാണ് ലാൻഡോ നോറിസ് പിന്തള്ളിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുചീഷ് വി രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. രുചീഷ്, ഓരോ നിമിഷവും ഉദ്വേഗം നിറഞ്ഞ പോരാട്ടമാണ്. സെക്കൻഡുകൾക്ക് വരെ വിലയുള്ള പോരാട്ടത്തിലൊടുവിൽ ഫോർമുല 1-ൽ പുതിയ ചാമ്പ്യൻ പിറന്നിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു മത്സരം? പോയിന്റ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്രമാത്രം ആവേശമുണ്ട്. കാരണം ഒരു ചാമ്പ്യൻ പട്ടം വെറും 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ നേടുക എന്ന് പറയുമ്പോൾ തന്നെ അബുദാബിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ 3 താരങ്ങൾ തമ്മിൽ, അത് ഇപ്പോൾ ചാമ്പ്യനായ ലാൻഡോ നോറിസ് ആകട്ടെ, നിലവിലെ ചാമ്പ്യനായ മാക്സ് വെർസ്റ്റാപ്പൻ, അതോടൊപ്പം ഓസ്കർ പിയസ്ട്രി, ഈ 3 താരങ്ങൾക്കും കിരീട സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഒരാൾ ജയിക്കുക എന്നത് മാത്രമല്ല, മറ്റൊരാൾ തോൽക്കുക എന്നത് കൂടി വേണം. കാരണം പോഡിയത്തിൽ എത്താതെ നിൽക്കുകയും വേണം. ആ അർത്ഥത്തിലായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്. ലാൻഡോ നോറിസിന് പോഡിയം ഉറപ്പിച്ചാൽ തന്നെ കിരീടത്തിൽ എത്താമായിരുന്നു. അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ 2 മത്സരത്തിലും ജയിച്ച മാക്സ് വെർസ്റ്റാപ്പൻ ഇത്തവണയും ജയിക്കുക തന്നെ ചെയ്തു. പക്ഷേ ലാൻഡോ നോറിസ് അവസാന നിമിഷം പോഡിയം ഫിനിഷ് ചെയ്തത്, ആദ്യ 3-ൽ എത്തിയത് വെർസ്റ്റാപ്പന് ആ കിരീടം നഷ്ടമായി. കാരണം വെർസ്റ്റാപ്പൻ കഴിഞ്ഞ തുടർച്ചയായി 4 തവണ ചാമ്പ്യനായ താരമാണ്. ഇത്തവണയും ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ച തരത്തിൽ തന്നെയായിരുന്നു വെർസ്റ്റാപ്പന്റെ പ്രകടനം. പക്ഷേ തുടക്കത്തിൽ ഉണ്ടാക്കിയ പിഴവുകൾ, ഈ സീസണിന്റെ തുടക്കത്തിലെ മത്സരങ്ങളിൽ ഉണ്ടായ പിഴവുകളാണ് വെർസ്റ്റാപ്പന് പോയിന്റ് പട്ടികയിൽ പിന്നോട്ട് വന്നത്. പിന്നീട് ഏറ്റവും അവസാനം നടന്ന 9 റേസുകളിൽ, ഈ ഇത്തവണ അബുദാബിയിലേതടക്കം 9 റേസുകളിൽ നടത്തിയ മികച്ച പ്രകടനമാണ് വെർസ്റ്റാപ്പനെ ആ അവസാന ഘട്ടത്തിൽ എത്തിച്ചത്. എന്തായാലും വെറും 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ലാൻഡോ നോറിസ് കിരീടം നേടിയിരിക്കുന്നു. 75 വർഷത്തെ ചരിത്രത്തിൽ, ഫോർമുല 1-ന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ 35ാമത്തെ ഡ്രൈവറാണ്, ഈ നേട്ടത്തിലെത്തുന്ന ഡ്രൈവറാണ്. അതോടൊപ്പം മെക്ലാരനിലാകട്ടെ 2008-ന് ശേഷം മെക്ലാരൻ താരം ഫോർമുല 1 ചാമ്പ്യൻ ആകുന്നു എന്നത് കൂടി പ്രത്യേകതയാണ്.